ഗാന്ധി ജയന്തി ആശംസകൾ. അപ്പോൾ നമ്മൾ ഗാന്ധിജിയെ ഓർക്കുക എന്നല്ല, ഗാന്ധിജി കാണിച്ചു തന്ന വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഗാന്ധിജിയുടെ പാത എന്ന് പറയുന്നത് വളരെ ആദർശത്തിലൂന്നിയ ഒരു പാതയായിരുന്നു. കാരണം ഗാന്ധിജി ശരിക്കും ഒരു ആത്മീയമായിട്ട് വളരെ എന്താ പറയുക, ഒരു ഉന്നത തലത്തിൽ നിന്ന ഒരു എന്താ പറയുക, ആത്മീയ നേതാവ് തന്നെയാണ്, ഒരു രാഷ്ട്രീയ നേതാവിന് എന്നതിനേക്കാളുപരി. കാരണം നമ്മൾ ഗാന്ധിജിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഗാന്ധിജി ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങളിൽ ഒരുപാട് അധ്യായങ്ങൾ കാണാതെ പഠിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഭഗവത്ഗീതയൊക്കെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം കാണാം പിക്ചറുകളിലൊക്കെ. അപ്പോൾ അത്രയും ആദരവോടുകൂടിയാണ് ഈ ആത്മീയമായി ആ പാതയിലൂടെ